സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ടറാണ്, ഒരു LED പ്രൊജക്ടറാണ്. ഓൺ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു 2K LED പ്രൊജക്ടർ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതുപോലെ ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ വരുന്നത്. ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. മാത്രമല്ല ഓൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു പ്രൊജക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊരു 2K നേറ്റീവ് റെസൊല്യൂഷൻ വരുന്ന പ്രൊജക്ടറാണ്, ഫുൾ HD അല്ല. അതുകൊണ്ട് തന്നെ ഫുൾ HDയെക്കാട്ടിലും കുറേ കൂടെ നമുക്കൊരു ക്വാളിറ്റി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഓൺ എന്ന് പറയുന്ന ബ്രാൻഡ് കുറേ നാൾ മുന്നേ തുടങ്ങിയൊരു ബ്രാൻഡാണ്. ഇവർക്ക് AK സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സീരീസാണ്, നല്ല സെയിൽസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സാധനം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ എന്ന് പറയുന്നത് മൂവി ടൈം എന്ന് പറയുന്ന ഒരു പേരിലാണ് ഈ ഒരു പ്രൊജക്ടർ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഫുൾ HDയും വരുന്നുണ്ട്, 2Kയും വരുന്നുണ്ട്. സോ ഇത് 2K പ്രൊജക്ടറാണ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ലൊരു പാക്കേജിങ്ങിലാണ്, സേഫായിട്ടാണ് ഈ ഒരു പ്രൊജക്ടർ അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് നോക്കി നമുക്ക് ഈ ഒരു പ്രൊജക്ടർ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ സെപ്പറേറ്റ് ചെറിയൊരു ബോക്സും ഉണ്ട്. ആ ബോക്സിനകത്തായിട്ടാണ് ഇതിൻ്റെ ആക്സസറീസ് വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ ആ ഒരു പവർ സപ്ലൈ കോഡ്, അതുപോലെ തന്നെ HDMI കേബിൾ, റിമോട്ട്, അതിൻ്റെ യൂസർ മാനുവൽ, ഇതെല്ലാം ഈ ഒരു പാക്കിനകത്താണ് വരുന്നത്. നല്ലൊരു സ്പോഞ്ച് പാക്കേജിനകത്ത് സേഫായിട്ട് പാക്ക് ചെയ്താണ് ഈ ഒരു പ്രൊജക്ടർ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്ടർ ഞാനൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോഴിത് ലോങ് ടൈം യൂസ് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എനിക്ക് വേറെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു പ്രൊജക്ടർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊജക്ടറിൻ്റെ വീഡിയോ ഇടാമെന്ന് വെച്ചത്. അപ്പോഴെന്തായാലും ഈ ഒരു പാക്കേജിങ്ങിലാണ് ഈ ഒരു പ്രൊജക്ടർ വന്നിരിക്കുന്നത്. നല്ല ഒരു ക്വാളിറ്റി പാക്കേജിംഗ് ആണ്. ഇതിപ്പോൾ വൈറ്റ് കളറാണ്. ഞാൻ ഈ ഒരു പ്രൊജക്ടറിൻ്റെ വൈറ്റ് കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റ് കളേഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. അപ്പോഴെന്തായാലും നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ്ങിലാണ് ഈ ഒരു പ്രൊജക്ട് അവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഡിസൈനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിൾ ഡിസൈൻ, ആസ് യൂഷ്വൽ ഒരു പ്രൊജക്ടർ വരുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ചൈനയിൽ നിന്നാണ് പ്രൊജക്ടർ വരുന്നത്, പക്ഷേ ഇതൊരു ജാപ്പനീസ് റീബ്രാൻഡഡ് പ്രൊജക്ടറാണ്, ചൈനീസ് മെയ്ഡ് പ്രൊജക്ടർ അല്ല. കാര്യം ജപ്പാൻ മെയ്ഡ് ഈ ഒരു പ്രൊജക്ടർ അവർ റീബ്രാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയത്തില്ല, അങ്ങനെ അവകാശപ്പെടുന്നു എന്ന് മാത്രം. സോ അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടറിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ്. അത് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡിങ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് നോക്കിയാൽ എയർ വെൻസ് അവർ ഡീസൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിൽറ്റർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡസ്റ്റ് അക്യുമുലേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ഇൻപുട്സ് ഔട്ട്പുട്ട് പോർട്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊജക്ടറിന് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ പോർട്ടും ഈ ഒരു പ്രൊജക്ടറിൽ വന്നിട്ടുണ്ട്. 3 പിൻ AC കൂടെ എടുക്കാനുള്ള പോർട്ടാണ് അത് ഇൻബിൽറ്റ് സ്പീക്കറാണ്. അതുപോലെ തന്നെ USB 2.0, USB 3.0, HDMI ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IR റിസീവർ, പിന്നെ ഒരു ഓഡിയോ ഔട്ട്, അതായത് 3.5mm ഓഡിയോ ജാക്ക് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നേരെ ആംപ്ലിഫയറിലോട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആംപ്ലിഫയേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സെറ്റപ്പിൽ നിന്ന് വീഡിയോ കാണുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഔട്ട്പുട്ട് എടുത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ അല്ലെങ്കിൽ 2.0 യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇപ്പം ഇത്രയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന പോർട്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഡസ്റ്റ് അക്യുമുലേഷന് വേണ്ടി ഒരു ഫിൽറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലുള്ള ചില പ്രൊജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഇളക്കിയെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അകത്തോട്ട് ഡസ്റ്റ് കയറാതിരിക്കാൻ വേണ്ടി അവർ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എയർ ഫിൽറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഇളക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും ഇട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ LED പ്രൊജക്ടറിൻ്റെ അല്ല, ഏത് പ്രൊജക്ടറായാലും അധികം ഡസ്റ്റ് കയറാത്തതും അധികം ഹ്യൂമിഡ് അല്ലെങ്കിൽ അധികം ഹീറ്റ് കണ്ടീഷനിലും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാര്യം എല്ലാ പ്രൊജക്ടറും നല്ല രീതിയിൽ ഹീറ്റ് ആവും. അത് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന ഫാൻ നല്ല ഹൈ സ്പീഡിലാണ് റൺ ചെയ്തിരിക്കുന്നത്. നല്ല എയർ സക്ക് ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്. സോ ഡസ്റ്റ് നല്ലോണം അക്യുമുലേറ്റ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഫോക്കസിൻ്റെ ആ ഒരു നോബ് വന്നിരിക്കുന്നത്. സോ നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ ആ ഒരു സൂം ഔട്ട് വന്നിരിക്കുന്നത്, ലെൻസിൻ്റെ സൂം ഔട്ട് വന്നിരിക്കുന്നത്. സോ അതും മാനുവലി നമുക്ക് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടെണ്ണം ബേസ് ആയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 സെറ്റിങ്സ്, അല്ലെങ്കിൽ 2 ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കീസ്റ്റോൺ കറക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രൊജക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 30,000 അണ്ടറിലൊരു 2K പ്രൊജക്ടർ, ഫുൾ HD അല്ല, ഫുൾ HD പ്രൊജക്ടറും ഈ പ്രൊജക്ടറും സൈഡ് ബൈ സൈഡ് വെച്ച് ഞാൻ കമ്പയർ ചെയ്തിരുന്നു. ക്വാളിറ്റിയിൽ, അതായത് ആ പിക്സൽ നമുക്ക് കാണാൻ പറ്റും 1080p, അത് നമ്മൾ അടുത്ത് പോയെന്നല്ല. പക്ഷേ ഇതിനകത്ത് അത്ര വിസിബിളായിട്ട് പിക്സൽസ് ഇല്ല. കുറേക്കൂടെ ഷാർപ്പ്നെസ്സും കുറേക്കൂടെ ആ ഒരു ഡീറ്റെയിലിങ്ങും ഈ ഒരു പ്രൊജക്ടറിനുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രൊജക്ടറാണ്. നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടറാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് എല്ലാം ആ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ബേസിക് ബട്ടൺസ് എല്ലാം ഉണ്ട്. പവർ ഓൺ, പവർ ഓഫ്, നാവിഗേഷൻ ബട്ടൺസ്, അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്.
സോ അടുത്തത് നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഒന്ന് പരിചയപ്പെടാം. സിമ്പിളായിട്ടുള്ള റിമോട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ വേറെ പാക്കറ്റിനകത്തായിട്ടാണ് ഇതിൻ്റെ മറ്റ് സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു 3 പിൻ AC കോഡ് വെയർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോഡ് വെയർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാര്യം വലിയൊരു ഭയങ്കരമായ ക്വാളിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാങ്ങി സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു HDMI കേബിൾ വന്നിട്ടുണ്ട്. അധികം നീളമൊന്നുമില്ല. എന്തായാലും പ്രൊജക്ടർ നമ്മൾ സീലിങ്ങിലാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു HDMI നല്ല കേബിൾ, നല്ല ക്വാളിറ്റിയുള്ള HDMI കേബിൾ തന്നെ മേടിച്ച് യൂസ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ സിമ്പിളായിട്ടുള്ള റിമോട്ടാണ്. അതുപോലെ തന്നെ ഇതിന് ബാക്കിയുള്ള ഫങ്ഷൻസ്, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, എത്ര ഡിസ്റ്റൻസിൽ വെച്ചാൽ എത്ര ഇഞ്ച് വലിപ്പത്തിലുള്ള സ്ക്രീൻ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ അത് സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന സാധനമാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഹ്യൂമിഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ ഹീറ്റ് കണ്ടീഷൻ, ഓവറായിട്ട് ഡസ്റ്റ് ഉള്ളത്, അതുപോലെ തന്നെ ഈ പ്രൊജക്ടർ മൂടിയിട്ട് ഉപയോഗിക്കരുത്, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതിപ്പോൾ ഏത് പ്രൊജക്ടറിലും അങ്ങനെ തന്നെ നമ്മളത് നോക്കിയും കണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് കാണിക്കും. കാര്യം വലിയ രീതിയിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സാധനമാണ് ഈ പ്രൊജക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് റിമോട്ടിലേക്ക് ഒന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള റിമോട്ടാണ്. അത്യാവശ്യം വേണ്ട ഫംഗ്ഷനിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ ഹാൻഡിയാണ്. നല്ലൊരു ഡിസൈൻ ഉണ്ട്. വളരെ ഹാൻഡി ആയിട്ട് വളരെ ചെറിയൊരു ഡിസൈൻ, നമ്മുടെ ഉള്ളങ്കയിൽ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു ഡിസൈൻ. പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നോർമൽ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് ഒക്കെ വെടിയുമ്പോൾ കിട്ടുന്നതാണ്. ആ ഒരുമാതിരി ഇരിക്കുന്ന ഒരു റിമോട്ടൊന്നും അല്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റിമോട്ടാണ്. സോ നമുക്ക് എന്തായാലും ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അൺബോക്സിങ് മറ്റു കാര്യങ്ങൾ നമുക്കിത് വർക്ക് ചെയ്യുന്നതിനകത്ത് ഇൻ്റർഫേസ് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഓണാക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലുള്ള ഇൻ്റർഫേസാണ് വരുന്നത്. ഞാനിപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രീനിലൊന്നുമല്ല, എൻ്റെ വീട്ടിലെ ഇരുട്ടത്താണ് പ്രൊജക്റ്റ് ചെയ്തത്. വീട്ടിലെ ഫുൾ ഡാർക്കായിരുന്നു. വീട്ടിലൊരു ഭിത്തിയിലടുത്തേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. വൈറ്റ് കളറാണ് ഭിത്തിയിലേക്ക്. പക്ഷേ ഉള്ള കാര്യം പറയാം, നല്ല റിസൾട്ട് ഉണ്ട്. കാര്യം ഭിത്തിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് പോലും നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഞാനത് ഇവിടെ നിന്നല്ലാതെ പിന്നെ കൊണ്ടുചെന്ന് ഇത് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. സോ നമുക്കിന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊജക്ഷൻ മോഡ്, കറക്ഷൻസ്, അതുപോലെ തന്നെ കീ സ്റ്റോൺ കറക്ഷൻ, അങ്ങനെ കുറേ കറക്ഷൻസ് എല്ലാം ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ബേസ്ഡ് ചെയ്യാൻ സാധിക്കും. സോ പ്രൊജക്ഷൻ മോഡ്, അതുപോലെ തന്നെ കോർണർ അഡ്ജസ്റ്റ്, കീ സ്റ്റോൺ, സൂം, റീസെറ്റ്, അങ്ങനെ കുറേ സെറ്റപ്പിനകത്ത് പ്രൊജക്ഷൻ സെറ്റിങ്സ് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ പ്രൊജക്ടർ മേടിച്ച് നിങ്ങൾ സ്ക്രീനകത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ഫോക്കസ് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ബേസിക്കായിട്ടും വരുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ പ്രൊജക്റ്റിലും വരുന്ന രീതിയിലാണ്. ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കളർ കറക്ഷൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ ഏരിയയിലും നമ്മൾ അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്ക്രീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഇതിനകത്ത് നിങ്ങൾ കളർ ടോൺ സെലക്ട് ചെയ്ത് പ്രോപ്പറാക്കി കൊടുക്കേണ്ടി വരും. അതൊരു ഇത്തിരി തൊല്ല പിടിച്ച പരിപാടിയാണ്. അതിനകത്ത് തന്നെ പ്രീസെറ്റായിട്ട് കുറച്ച് കളർ ടോൺസ് വരുന്നുണ്ട്, വാം, ഷാർപ്പ്, കോൾഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കല്ലാതെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരം ഒന്ന് നമ്മളിന് മുന്നിൽ ഇരുന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ടോണിനെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രൊജക്ടറിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1440p, അതായത് 2K ആണ് നേറ്റീവ് റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട്സ് 4K ആണ്. 4K സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമേ uള്ളൂ. അപ് ടു 60 FPS എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 14 ലൂമൻസ് ആണ് ഇതിൻ്റെ LED ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ 20,000:1 ആണ്. മാക്സിമം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 300 ഇഞ്ച് വരെ നമുക്ക് മാക്സിമം പ്രൊജക്റ്റ് ചെയ്യാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ LCD സ്ക്രീനിൻ്റെ ആ ഒരു സിനിമാസ്കോപ്പിക് വൈഡ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യും. 16:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലൈഫ്, അതായത് നമുക്ക് ലാമ്പിൻ്റെ ലൈഫ് ലോങ് ലാബ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 50,000 അവേഴ്സ്, അതായത് 50,000 അവേഴ്സാണ് അവർ ഈ ഒരു ലാബിൻ്റെ ലൈഫ് പറഞ്ഞിരിക്കുന്നത്. HDR 10% സപ്പോർട്ടുണ്ട്. അതുപോലെ കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. 2.4 GHz ആൻഡ് 5 GHz സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2, HDMI, USB, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്, നമുക്കൊരു 10 watt ഒരു സ്പീക്കറിനകത്ത് ഓഡിയോ ഔട്ടിന് വേണ്ടിയുണ്ട്. അതുപോലെ മിറാകാസ്റ്റ്, വയർലെസ് സ്ക്രീൻ മിററിംഗ്, പിന്നെ നമുക്ക് മാക്ബുക്ക്, ബ്ലൂറേ പ്ലെയർ, TV സ്റ്റിക്ക്, TV ബോക്സസ്, DVD, എക്സെട്രാ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് 11 ഈ ഒരു പ്രൊജക്ടർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 12 നമുക്ക് അപ്ഗ്രേഡ് കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. പുതിയതിന് 12 വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ തന്നെ കോഡ് കോർ CPU ആണ്. മാലി GPU ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2GB RAM, 3GB RAM 2 വേരിയൻറ്റിലും നമുക്ക് പല ടൈമിലും കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിനകത്ത് വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഇതിനകത്ത് പ്ലേ ചെയ്തിരിക്കുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള സ്ക്രീനിലല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരു വോളിലാണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതാണ്.
സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.